നമ്മൾ ശിവകാശിയിലെ ബസ് സ്റ്റാൻഡാണ് കേട്ടോ ഇത്. ശിവകാശിയിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ ഈ താമസിച്ചത് ഈ സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെയാണ്. കുറേ കച്ചവടക്കാരൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ ഇത്. ഞങ്ങൾ ബൈക്കിനായിരുന്നു കേട്ടോ പോയിട്ട് ഈ ബൈക്കിൽ മൊത്തം ഞങ്ങൾ ഈ ഭാഗം മൊത്തം കറങ്ങിടക്കുകയായിരുന്നു. ഇത് മൊത്തം പടക്കക്കടകളാണ് കേട്ടോ. രാത്രിയൊക്കെ നമ്മൾ പോയാലും പടക്കക്കടകൾ കാണാം. പക്ഷേ നമ്മുടെയൊക്കെ നാട്ടിൽ ചെറിയ തട്ടുകടകൾ പോലെയാണ് അവിടെ പടക്കക്കടകൾ നമുക്ക് കാണാൻ കിട്ടുന്നത്. കാരണം അത്രയേറെ പടക്കശാലകളും പടക്കക്കടകളും നിർമ്മാണ യൂണിറ്റുകളും ഒക്കെയുള്ള ഒരു നാടാണ് ശിവകാശി എന്ന് പറയുന്നത്. നമ്മുടെ തെങ്കാശിയോട് ഏകദേശം അടുത്തെന്ന് പറയാൻ പറ്റില്ല. തെങ്കാശിയിൽ നിന്ന് 100 കിലോമീറ്റർ വ്യത്യാസമുണ്ട്. എങ്കിൽ പോലും മലയാളികൾ ഏറ്റവും കൂടുതൽ പടക്കത്തേക്ക് ആശ്രയിക്കുന്ന ഒരു നാടാണ്. രാത്രിയായിട്ടും നല്ല ഉണർന്നു നിൽക്കുന്ന സ്ഥലമാണ് ശിവകാശി. ശിവകാശിയിലെ പ്രധാനപ്പെട്ട സ്റ്റാൻഡിൻ അതുപോലെ തന്നെയുള്ള ടൗണിലൂടെയൊക്കെ നമ്മൾ സഞ്ചരിച്ചപ്പോൾ കണ്ട കാഴ്ചകളാണ്. അത്യാവശ്യം ഒന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കറക്കത്തിലാണ് കേട്ടോ. നമുക്ക് പറ്റിയ ഓരോ ഷോപ്പുകളൊക്കെ നോക്കിയിട്ടൊന്നും അങ്ങനെ ഞങ്ങൾ കാണുന്നില്ല. അങ്ങനെ ഓരോ ആളുകളുടെ അടുത്തൊക്കെ തിരക്കിയപ്പം ഈ ഒരു ഷോപ്പാണ് ഇവിടുത്തെ ഏറ്റവും കൂടുതൽ തിരക്കുള്ള സംഭവം. നൈറ്റ് കടയാണ്, പക്ഷേ ഭയങ്കര തിരക്കാണ്. വണ്ടിയൊക്കെ കിടക്കുന്നുണ്ടോ. 2 വീലർ മാത്രമല്ല, അതുപോലെ തന്നെ മറ്റ് 4 വീലേഴ്സൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. കുപ്പി ഗ്ലാസ് ഇല്ലേ ഗ്ലാസ് ചില്ല് ഗ്ലാസ്. മിക്സഡ് ഫുഡിനേക്കാളൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടത് ഇവരുടെ ജ്യൂസാണ് കേട്ടോ. ഇന്ന് വന്ന് 3 നേരം ഇവിടെ നിന്ന് ഞങ്ങൾ ജ്യൂസ് കുടിച്ചു. ഭക്ഷണം കഴിച്ചതിൻ്റെ പോരായ്മയൊക്കെ നമ്മൾ പരിഹരിക്കുന്നത് ഈ ജ്യൂസിലായിരുന്നു. എങ്ങനെയുണ്ട്? 25 രൂപയാണ് കേട്ടോ. നമ്മൾ നേരത്തെ കുടിക്കാൻ വന്നപ്പം ചില്ല് ഗ്ലാസ് ആയിരുന്നു. ഇപ്പോൾ വന്നപ്പോൾ അത് ഇപ്പോൾ ഈ ഗ്ലാസ്സായി. നമ്മൾ ഇവരുടെ ഫാനായെന്ന് കണ്ട് അവർക്ക് മനസ്സിലായി. എല്ലാ സാധനവും ഉണ്ട്. അവിടുന്ന് വീണ്ടും ഞങ്ങൾ വണ്ടിയിൽ കയറി നേരെ നമ്മൾ താമസിക്കുന്നത് ഇവിടെ തൊട്ടടുത്തുള്ളതാണ്. ജസ്റ്റ് ഒന്ന് അവിടെ കയറിയിട്ട് നമ്മൾ വീണ്ടും ഇവിടെ നിന്ന് സർക്കിട്ടിനായിട്ട് വീണ്ടും നമ്മൾ ഇറങ്ങിയാണ്. ഒന്ന് പടക്കം വലിയ കമ്പത്തിരി കേട്ടല്ലോ. ഇത് ഈ സാധനം 25 രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. ഇത് കണ്ടോ, ഇത് 2 ബോക്സ് ഉണ്ട് ഇതിനകത്ത്. ഇതിന് വരുന്നത് 25 രൂപയാണ്. അപ്പം നമ്മുടെയൊക്കെ നാട്ടിലേക്ക് എത്ര രൂപയാവും എന്നുള്ളത് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. പക്ഷേ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അതിൻ്റെ ട്രാവൽ എക്സ്പെൻസും അവർ കഷ്ടപ്പാടും ഒക്കെ ആയിരിക്കാം. എങ്കിലും ഇതിൻ്റെ വരുന്ന റേറ്റാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇതുപോലെ ആയിരക്കണക്കിന് കടകൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. രാത്രി കടകൾ അടക്കാതെ നിൽക്കുന്ന കടകളാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ നേരിട്ടാണെങ്കിലും നിങ്ങളൊന്ന് വന്ന് നോക്കണം. ഇവിടുത്തെ ഇതുപോലുള്ള ഒരേ റൂട്ടിൽ നമ്മൾ സ്റ്റാൻഡിൽ നിന്ന് സാത്തൂർ റൂട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ഷോപ്പുകൾ ഒരേ അടുത്തടുത്തായിട്ട്, അപ്പുറേ പോയാൽ ഇപ്പുറേ, അങ്ങനെ ഇങ്ങനെ നമുക്ക് ഒത്തിരി കടകൾ കാണാനായിട്ട് സാധിക്കും. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോ ഷോപ്പിലും കയറി ഇറങ്ങി ഇപ്പം നേരത്തെ 2 കാസർഗോഡും 2 മലയാളത്തിനും അവർ ഒരു കടയിൽ നിന്ന് ഒരെണ്ണം വെച്ച് ഒരു ഐറ്റം വെച്ച് വാങ്ങിച്ച് ഇങ്ങനെ പോവുമായിരുന്നു. 100 പീസിന് നമ്മുടെ ചെറിയ പാളിപ്പടക്കമാണ് കേട്ടോ. പാളിപ്പടക്കം 20 രൂപയുള്ളൂ അല്ലേ, 20 റുപ്പീസ്. എൻ്റെ പൊന്നെ, 100 പാളിപ്പടക്കത്തിന് 20 രൂപയ്ക്കാണ് കേട്ടോ ഇവർ കൊടുക്കണം. ഇത് മൊത്തം ഈ ചീപ്പ് റേറ്റ് കൊടുക്കുന്ന 11 കണ്ട. ഇത് 11 രൂപയ്ക്കാണ് ഈ പടക്കം കൊടുക്കുന്നത്. 50 പീസ്. പമ്പിൻ്റെ അടുത്ത് വരാം, ഈ പമ്പിൻ്റെ ഓപ്പോസിറ്റ് വരാം ഈ ഷോപ്പാണ്. എവിടെ നോക്കിയാലും പടക്കക്കടകൾ കേട്ടോ. പമ്പിൻ്റെ ഓപ്പോസിറ്റ് വരെയും പടക്കക്കടയാണ്. പിന്നെ നമ്മളിവിടെയൊക്കെ സാധാരണ നമ്മൾ ഈ തമിഴ്നാട്ടിലൊക്കെ ചെല്ലുമ്പോൾ കുറേ തട്ടുകടകൾ നമുക്ക് കാണാം, തട്ടുകട സെറ്റപ്പ്. പക്ഷേ ഇതൊക്കെ കുറവാണ് കേട്ടോ. അത്യാവശ്യം നല്ലൊരു ടൗണാണ് ശിവകാശി എന്ന് പറയുന്നത്. നല്ലൊരു ടൗണാണ് കേട്ടോ. നമ്മൾ വിചാരിക്കും പടക്കങ്ങളുടെ മാത്രം നാടാണ് ശിവകാശി എന്ന് കണ്ടോ. പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നിപ്പോവും. ഇതുപോലെ ആയിരക്കണക്കിന് ഷോപ്പുകൾ നമ്മൾ എങ്ങോട്ട് സഞ്ചരിച്ചാലും നമുക്ക് കാണാം. പക്ഷേ
പടക്കങ്ങൾ മാത്രമല്ല കേട്ടോ, ശിവകാശിയിലെ പ്രധാനപ്പെട്ട ഇതുപോലെയുള്ള പ്രസ്സുകളുണ്ട്. അതായത് ഇത് മൊത്തം നമ്മുടെ കല്യാണക്കുറികളാണ് കേട്ടോ. നമ്മുടെ നാട്ടിലേക്കൊക്കെ വരുന്ന ഹോൾസെയിലായിട്ട് ബിസിനസ് ചെയ്യുന്ന കല്യാണക്കുറികളാണ്. അതൊക്കെ ഇങ്ങനെ ബണ്ടിൽ കണക്കിനാണ് ഓരോ നാട്ടിലേക്കും പോകുന്നത്. ഇത് കണ്ടോ, ഇതൊക്കെ ഓരോ സ്ഥലത്തേക്കുള്ള സാധനങ്ങളാണ്.